ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഇപ്പോഴും ഏതാണ്ട് 40% ക്രിസ്ത്യൻ മിഷണന്മാരുടെ ചാരിറ്റി പ്രവർത്തനമാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ നാടിൻ്റെ പിന്നോക്ക മേഖലകളിൽ, ആദിവാസി ദളിത് പിന്നോക്ക മേഖലകളിൽ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനം അതിനെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം മറന്നുകൊണ്ട് അവർ ചെയ്ത സൽപ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും നിയമവിരുദ്ധമാണ്. അതിനെതിരെ കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും ഉയർന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ റഹീം സൂചിപ്പിച്ചൊരു കാര്യം, ഇന്നലെ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ കന്യാസ്ത്രീയുടെ സഹോദരി അവർ ചുരിദാർ ധരിച്ച് പുറത്തുപോയി എന്ന് പറഞ്ഞത്, അവർ പറഞ്ഞ അവരുടെ ജീവിതത്തിൽ 20 വർഷത്തിന് ശേഷം ആദ്യമായാണ് തിരുവസ്ത്രം ഒഴിവാക്കി പുറത്ത് യാത്ര ചെയ്തത്. അതിന് സാഹചര്യം കോടതിയിൽ ഈ ബെയിലുമായി ബന്ധപ്പെട്ട് വക്കീലെ കാണാൻ പോയതാണ്. കോടതിയിലേക്ക് പോകാൻ തിരുവസ്ത്രം ധരിച്ച് സാധ്യമല്ലാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്ത് സംജാതമാണ്. ആ ഗുരുതരമായ സാഹചര്യമാണ് അവരും തന്നെ അങ്ങോട്ട് വിശദീകരിച്ചത്. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും ഇവിടുത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും രേഖാമൂലം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായ പോരാട്ടം ഇടതുപക്ഷം സംഘടിപ്പിക്കും. കോൺഗ്രസോ BJP വരുന്നത് പോലെയുള്ള രാഷ്ട്രീയ നാടകമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണെങ്കിലും, അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അതിനെതിരെ മുഖം നോക്കാതെ സത്യസന്ധമായി ആത്മാർത്ഥമായ നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കും. ഇവിടെയും ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്.